വറഹ്മത്തുള്ള ഗുഫ്തുഗു കെ ആദാബ് സംസാരത്തിൻ്റെ മര്യാദകൾ എന്ന പാഠഭാഗമാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത് സൊഫിയ തൻ്റെ സഹോദരിയായ നാസിയയെ പരിഹസിച്ച സമയത്ത് ഉമ്മ സംസാരത്തിൻ്റെ മര്യാദകളെക്കുറിച്ചിട്ട്, സംഭാഷണത്തിൻ്റെ മര്യാദകളെക്കുറിച്ചിട്ട് ഇരുവരെയും ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. ആദ്യം നമുക്ക് എന്തൊക്കെയാണ് ആ സംസാരത്തിൻ്റെ മര്യാദകൾ എന്ന ഒരു കവിതാ രൂപത്തിൽ പറയുക. കഴിഞ്ഞ ക്ലാസ്സിൽ പാടിയതാണ്, ഇന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്താം. ഓക്കെ. സമയസന്ദർഭങ്ങൾ നോക്കി പറയണം, സംസാരമധ്യേ നിറുത്താതിരിക്കണം. സമയസന്ദർഭങ്ങൾ നോക്കി പറയണം, സംസാരമധ്യേ നിറുത്താതിരിക്കണം. അപരൻ്റെ വാക്കുകൾ നിർത്തിയ മാത്രയിൽ നിന്നഭിപ്രായം പറഞ്ഞു തുടങ്ങണം. ചിന്തയില്ലാതെ പറയരുതൊന്നുമേ, ദേഷ്യം സ്വയം പൊങ്ങലില്ലാതെ നോക്കണേ. വിശ്വാസമാചാരം അംഗീകരിക്കണേ, വൃദ്ധരെ കുറ്റം പറയാതിരിക്കണേ. ബാലകന്മാരോട് വാക്ക് പറയുമ്പോൾ സ്നേഹവും കരുണയും കൂടെ വരണമേ. കൂട്ടത്തിലാവുമ്പോൾ ശാസിച്ചിടല്ലേ, കൂട്ടത്തിലാവുമ്പോൾ ശാസിച്ചിടല്ലേ. തനിയെ വിളിച്ചുപദേശങ്ങൾ നൽകണേ. അപ്പോൾ ഇതാണ് ഉമ്മ നാസിയോടും സൊഫിയയോടും പറഞ്ഞിട്ടുള്ള ചില ഉപദേശ നിർദ്ദേശങ്ങൾ. ഇന്ന് നമുക്കതിൻ്റെ ക്ലാസ് കേൾക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഉമ്മ ഉപദേശിക്കുകയാണ്, മക്കളെ ഉപദേശിക്കുകയാണ്. ഗുഫ്തുഗു കെ ദർമിയ, അതിലേറ്റവും ഒന്നാം പേജിലെ ഏറ്റവും അവസാനത്തെ വരി. ഓക്കെ. ഗുഫ്തുഗു കെ ദർമിയ, സംഭാഷണത്തിനിടയിൽ ബാത്ത് കാട്ടിന, സംസാരം മുറിക്കൽ, ബുരി ബാത്ത് ഹേ, അത് ചീത്ത കാര്യമാണ്. സംസാരത്തിനിടയിൽ നിർത്തിയാണ്ട് പോവൽ. നേരത്തെ കവിതയിൽ നമ്മൾ പറഞ്ഞു സംസാരമധ്യേ നിർത്താതിരിക്കണേ. ഓക്കെ. അതുപോലെ ജബ് തക് ദൂസരേ ശഖ്സ്, എപ്പോഴാണോ മറ്റൊരു വ്യക്തി, രണ്ടുപേരാണല്ലോ സംസാരിക്കുക അല്ലേ? അപ്പോൾ ജബ് തക് എപ്പോഴാണോ ദൂസരേ ശഖ്സ്, രണ്ടാമത്തെ ആൾ അഥവാ മറ്റേയാൾ, നാമല്ലാത്ത മറ്റേയാൾ, കി ബാത്, അയാളുടെ സംസാരം, ഖതബ് ന ഹോ ജായെ, അവസാനിക്കാതിരിക്കുന്നത്. മനസ്സിലായോ? ഹമേ, നമ്മൾ, അപ്നി ബാത്, നമ്മുടെ സംസാരം, ഷുറോ നഹി കർണി ചാഹിയേ, നമ്മുടെ സംസാരം തുടങ്ങാൻ പാടില്ല. മറ്റൊരാളുടെ സംസാരം എപ്പോഴാണോ അവസാനിക്കുന്നത് അപ്പോഴേ നാം തുടങ്ങാൻ പാടുള്ളൂ. അഥവാ മറ്റൊരാളുടെ സംസാരം തുടങ്ങാത്ത കാലത്തോളം നമ്മുടെ സംസാരം നമ്മൾ തുടങ്ങാൻ പാടില്ല. ഓക്കെ. അഗർ കോയി ജറൂരി ബാത്ത് കഹ്നി ഭീതോ, ഇനി നമുക്ക് അത്യാവശ്യമായിട്ട്, അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ നമുക്ക് അത്യാവശ്യമായിട്ട് അയാളോട് എന്തോ പറയാനുണ്ട്. മനസ്സിലായോ? അപ്പോൾ അയാളുടെ തെറ്റ് ചൂണ്ടിക്കാട്ടാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അഗർ കോയി ജറൂരി ബാത്ത് കഹ്നി ബി, എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള കാര്യം കഹ്നി ബി ഹോത്തോ, പറയാനുണ്ടെങ്കിലും, പഹ്ലെ കഹിയെ, ആദ്യം പറയുക, മുആഫ് കീജിയെ, എനിക്ക് പുറത്തു തരിക. മനസ്സിലായോ? സോറി എന്ന് പറഞ്ഞിട്ട് പിന്നീട് അപ്നി ബാത്ത് കഹിയെ, തൻ്റെ വാക്ക് പറയൂ. നേരെ ഇടപെടല്ല. എന്തെങ്കിലും അത്യാവശ്യം പറയാനുണ്ടെങ്കിൽ വരെ മുആഫ് കീജിയേക, എനിക്ക് പുറത്തു തരൂ, എന്നിട്ട് പറഞ്ഞിട്ട് ഫിർ അപ്നി ബാത്ത് കഹിയെ, തൻ്റെ വാക്ക് പറയുക. ബഗൈർ സോജെ സംജെ, ഓക്കെ, ചിന്തിക്കാതെയും, ബഗൈർ സോജെ ചിന്തിക്കാതെയും, സംജെ മനസ്സിലാവാതെയും, ബോൽന സംസാരിക്കൽ, അച്ചി ബാത്ത് നഹിയെ, അത് നല്ല കാര്യമല്ല. നമ്മൾ പറഞ്ഞു അല്ലേ, ചിന്തിക്കാതെ സംസാരിക്കരുത്. കഴിഞ്ഞ ക്ലാസ് ആ ഒരു കവിതയിൽ പറഞ്ഞിട്ടുണ്ടാവും, ചിന്തയില്ലാതെ സംസാരിക്കരുത്. സൊഫിയ, അപ്പോൾ സൊഫിയ പറഞ്ഞു, അമ്മി, ഉമ്മ, ഗുഫ്തുഗു കെ കുച്ച് ഓർ ആദാബ് ഭി ബതായിയേ, ഉമ്മ, സംഭാഷണത്തിൻ്റെ കുറച്ച് മര്യാദകൾ കൂടി ബതായിയേ, പറഞ്ഞു തന്നാലും. താക്കെ, എന്തെന്നാൽ, ഹമേ, ഞങ്ങൾ, ബാത് ചീത് കർണേക്ക ജ്യാദാ സലേഖ ആയേക, എന്നാൽ താക്കെ, എന്നാൽ, ഹമേ, ഞങ്ങൾക്ക്, ബാത് ചീത് കർണേക്ക, സംസാരിക്കുന്നതിൻ്റെ, സംഭാഷണം നടത്തുന്നതിൻ്റെ, ആശയവിനിമയം നടത്തുന്നതിൻ്റെ, ജ്യാദാ സലീഖ, ഒരുപാട് തിരിച്ചറിവുകളും ആജയക വരും. അതിൻ്റെ രീതികളില്ല, അതിൻ്റെ രീതി ജ്യാദാ സലീഖ പറഞ്ഞാൽ നല്ല പെരുമാറ്റ രീതി, അത് ആജായക വരും. സലീഖ പറഞ്ഞാൽ പെരുമാറ്റ രീതി എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ ഹമേ ഞങ്ങൾക്ക് ബാത്ചീത് ക സംഭാഷണത്തിൻ്റെ ജ്യാദാ സലീഖ നല്ല പെരുമാറ്റ രീതി ആജായ വരും.
അഥവാ ആ ജായേക എന്നുള്ള അർത്ഥം. അപ്പോൾ അമ്മീജാൻ, അപ്പോൾ ഉമ്മ പറയാണ്, ബേട്ടി മകളെ, ബാത്ചീത് കെ ദൗറാൻ, ഇനി കുറച്ചുകൂടി ഉപദേശങ്ങൾ നൽകാണ്. ബേട്ടി മകളെ, ബാത്ചീത് കെ ദൗറാൻ, സംസാരത്തിനിടയിൽ ഗുസ്സ കർണ, ദേഷ്യപ്പെടൽ, ഓർ അപ്നി താരീഫ് ആപ് കർണ, അപ്നി താരീഫ് തൻ്റെ വിശേഷണങ്ങൾ, ആപ് കർണ സ്വയം പറയൽ, അഥവാ സ്വയം പൊങ്ങൽ എന്നൊക്കെ പറയും അല്ലേ, സ്വയം പൊങ്ങുക. അപ്പോൾ അപ്നി താരീഫ് ആപ് കർണ, തൻ്റെ പ്രശംസ, ആത്മപ്രശംസ നടത്തൽ, അതും ഗുഫ്തൂഗു കെ ആദാബ് കെ ഖിലാഫ് ഹേ, സംഭാഷണത്തിൻ്റെ മര്യാദകൾക്ക് എതിരാണ്. കിസി കെ അഖീദെ, ആരുടെയെങ്കിലും വിശ്വാസം, മദ്ഹബ് അയാളുടെ മതം, മനസ്സിലായോ, ആരുടെയെങ്കിലും വിശ്വാസത്തെയോ മതത്തെയോ, അല്ലെങ്കിൽ യാ ബുസർഗോ കെ ബാരേമേ, അല്ലെങ്കിൽ വൃദ്ധരെ പറ്റിയോ കൊയ് ഗലത് ബാത്ത് നഹി കഹിനി ചായേ, കൊയ് ഗലത് ബാത്ത്, എന്തെങ്കിലും ചീത്ത വർത്തമാനം, നഹി കഹിനി ചായേ, പറയാൻ പാടുള്ളതല്ല. വൃദ്ധരെക്കുറിച്ചോ മറ്റുള്ള മതങ്ങളെക്കുറിച്ചോ മറ്റുള്ളവരുടെ വിശ്വാസത്തെക്കുറിച്ചോ ചീത്ത കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. അപ്പനേസെ ചോട്ടോൻസെ, തന്നെക്കാൾ ചെറിയ ചോട്ടോൻസെ ബാത് കർത്തേ വഖ്ത് മഹബത്ത് അവർ നർമീസെ പേശാനാ ചാഹിയ. അപ്നേസെ ചോട്ടോൻസെ, തന്നെക്കാൾ ചെറിയവരോട്, ബാത് കർത്തേ വഖ്ത്, സംസാരിക്കുന്ന സമയത്ത്, മഹബത്ത് സ്നേഹത്തോടെയും, അവർ നർമീസെ വളരെ മയത്തോടെയും, പേശ് ആനാ ചാഹിയെ പെരുമാറേണ്ടതാണ്. ഉൻകി ഗലത്തി പർ, അവരുടെ തെറ്റുകൾ, അവർക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ, ഉൻകി ഗലത്തി പർ, അവരുടെ തെറ്റുകളുടെ മേൽ, സബ്കെ സാമനെ, എല്ലാ ആളുടെയും മുമ്പിൽ വെച്ച്, അപ്പോൾ ആളുകളുടെ മുമ്പിൽ വെച്ച്, ബുരാബല കഹിനേക്കെ ബജായെ, അവരെ ശാസിക്കുന്നതിന് പകരമായിട്ട്, അപ്പോൾ ആളുകൾക്കിടയിൽ വെച്ചിട്ട് അവർക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ആളുകൾക്കിടയിൽ വെച്ചിട്ട് ശാസിക്കുന്നതിന് പകരമായിട്ട്, അവരെ അക്കേലേമേ, ഒറ്റയ്ക്ക്, സംജാന അച്ചാഹെ, ഒറ്റയ്ക്ക് കൊണ്ടുപോയിട്ട് മനസ്സിലാക്കി കൊടുക്കൽ, അച്ചാഹെ, അത് നല്ലതാകുന്നു, അതാണ് നല്ലത്. അപ്പോൾ കവിതയിൽ നമ്മൾ അവസാനം പറഞ്ഞിട്ടുണ്ടാവും അല്ലേ, മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ എന്ത് ചെയ്യരുത്, പരിഹസിക്കരുത്, മറിച്ച് എന്ത് ചെയ്യണം, ഒറ്റയ്ക്ക് കൊണ്ടുപോയിട്ട് ഉപദേശങ്ങൾ നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇനി അവസാനം സോഫിയ പറയാണ്, അമ്മി, ഉമ്മ, മേ ആപ്സെ വാദ കർത്തി ഹൂँ, ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു, എന്തെന്നാൽ ഞാൻ ഇൻ തമാം ബാത്തോം കാ, ഈ പറഞ്ഞ കാര്യങ്ങളെ മുഴുവൻ ഖയാൽ രഖൂങ്കി, ശ്രദ്ധിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സംഭവം, കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ സംഭാഷണത്തിൻ്റെ മര്യാദകളെക്കുറിച്ച് ഒരുപാട് പഠിച്ചു. ഇനി അതിൽ പ്രധാനപ്പെട്ട അർത്ഥങ്ങളുണ്ട്. അർത്ഥങ്ങൾ ഞാൻ മുമ്പ് എഴുതി തന്നതുകൊണ്ട് നിങ്ങൾക്കതിൻ്റെ ആവശ്യം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഗൗർ സോച്ചിയെ ബത്തായെ ഔർ ലിഖിയെ, നാസിയാനെ ഘർ ആക്കർ സബ്സെ പഹലെ ക്യാ ക്യാ, നാസിയ വീട്ടിൽ വന്നിട്ട് ആദ്യം എന്താണ് ചെയ്തത് അല്ലേ. അപ്പോൾ ഉത്തരം, നാസിയ ഘർ ആക്കർ റോസ് की तरह സലാം കിയ ഓർ കംറേ മേ ചലി ഗയി. ഓക്കെ, അത്ര മതി. പിന്നെ ദസ്തർഖാൻ പർ ഖാന കിസ്നെ ലഗാ ദിയ, അപ്പോൾ ദസ്തർഖാൻ പർ ഖാന ബഡി ബഹൻ സോഫിയ ലഗാ ദിയ. ഓക്കെ, അതുപോലെ ബാത്ചീത് കെ ആദാബ് കിസ്നെ കിസ്കോ ബതായെ, ബാത്ചീത് കെ ആദാബ് അമ്മീനെ സോഫിയാക്കോ ബതായെ, അതാണ് ഉത്തരം. बातचीत के ബഹത്തർ സലീഖെ കെ ലിയെ ഹമേ കിൻ കിൻ ബാത്തോം കാ ഖയാൽ രഖ്നാ ചാഹിയെ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു 4, ഇതിൽ ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സംസാരത്തിൻ്റെ മര്യാദകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു 4-5 മര്യാദകൾ നിങ്ങൾ ഇതിൽ എഴുതുക. ഓക്കെ, പിന്നെ 4 ഇൻ ജുംലോं को मुनासिब लफ्ज़ से पूरा कीजिए. നാസിയാനെ ഘർ മേ എന്താണ്, ജാക്കർ എന്നാണോ ദാഖിൽ ഹോക്കർ എന്നാണോ, അത് ഉദാഹരണം ദാഖിൽ ഹോക്കർ റോസ് കി തോറ സലാം കിയ. ഓക്കെ, അത് നിങ്ങൾക്കറിയാം, കിതാബിലുണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ പൂരിപ്പിച്ചു കൊടുക്കുക. പിന്നെ ഇൻ ഹുറൂഫ് കോ മിസാൽ കെ മുതാബിക് മിലാക്കർ ലിഖിയെ, അവിടെ ഗുഫ്തുഗു എന്നുണ്ട്. അതുപോലെ അടിയിൽ അതുപോലെ എന്തുണ്ടാവും, വാക്കുകളുണ്ടാവും. ഇപ്പോൾ സ്കൂൾ എന്നാണ് അത് ഒന്നാമത്തത്. ഓക്കെ, 2 ഖാമൂഷ്. അപ്പോൾ അതേപോലെ എന്ത് ചെയ്യുക, നീ എഴുതുക ദാഖിൽ ആം എന്നൊക്കെ പോലെ. അടുത്ത ഖാനൂൻ മേ ദിയേ ഹുയെ വാഹിദ് കി ജം और ജം കെ വാഹിദ് ലിയെ, ഇവിടെ ജമ്മ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ വാഹിദിൻ്റെ ജമ്മ് അല്ലേ. ഓക്കെ, അപ്പോൾ ഘറോ അല്ലെങ്കിൽ മറ്റേത് ബാത്ത്, അപ്പോൾ അത് നോക്കിയാൽ മതി. ഓക്കെ,
जूतों कपड़े अकेलों बुजुर्गों नखरा अതൊക്കെയാണ് ഇവിടെ. പിന്നെ താരീഫ് മിസാൽ के मुताबिक लफ्ज़ों के हरूफ अलग अलग करके लिखिए. നേരത്തെ നമ്മൾ കൂട്ടി എഴുതി, ഇത് വിടർത്തി എഴുതുക. ഓക്കെ. കിസ്നെ കിസ്കോ കഹാ ലിഖിയെ, ആരോട് പറഞ്ഞു. ഇത് സംഭാഷണമാണ്. അത് ആരോടാ പറഞ്ഞത്. അപ്പോൾ ഏ ആപ്കോ നഖരെ ദിഖാ രഹി ഹേ, അത് ആരോടാ പറഞ്ഞത്? സൊഫിയ അമ്മീക്കോ അല്ലേ, സൊഫിയ അമ്മീക്കോ കഹാ. ഓക്കെ. അപ്പോൾ അതുപോലെ ബാക്കിയുള്ളതും എഴുതുക. ഇൻഫിൽ ലഫ്സോക്കി മുത്തദാദ്, അതിൻ്റെ എന്ത് ചെയ്യുക, ഓപ്പോസിറ്റ് എഴുതുക. ഓക്കെ. ആജാണെങ്കിൽ കൽ, വഹാന്നാണെങ്കിൽ യഹാന്നായിരിക്കും. ഓക്കെ. ബഡി എന്നാണെങ്കിൽ ചോട്ടി, ബഹൻ ഭായി, അമ്മി അബ്ബു, ഷുറു ഖതം. ഓക്കെ. അപ്പോൾ അങ്ങനെ ഏതാണോ ഉദാഹരണം ഖുഷ് നേക്കാൻ ലടുക്കി ലടുക്ക. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്താണോ അത് എഴുതുക. ഓക്കെ. പിന്നെ എല്ലാം ഞാൻ ഏകദേശം രണ്ടെണ്ണം അല്ലാത്ത എല്ലാം ഞാൻ പറഞ്ഞു തക്കണം കേട്ടോ. പിന്നെ ഖുഷ് ഖത്തിലിക്കിയെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നല്ല കൈയക്ഷരത്തോടു കൂടി എഴുതുക. പിന്നെ ഇൻഷാല്ലാ ഈ ഒരു പാഠവും നമ്മൾ മാഷാല്ലാ ഈ ഒരു പാഠം കഴിഞ്ഞു. അപ്പോൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. എക്സസൈസുകളൊക്കെ അയച്ചു തരിക. ഓക്കെ. എക്സസൈസ് അയച്ചു തരുന്ന ആളുകൾക്ക് CC മാർക്ക് ഉണ്ടാവുള്ളൂ എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.